ഹായ്, നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷൊർണൂരിന്റെ ഇന്നത്തെ കിടിലം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മള് കുറച്ച് ദിവസം മുമ്പ് ഓഫർ ഇട്ടായിരുന്നു, ഓണത്തിന്റെ പ്രീ ബുക്കിംഗ് എന്ന് പറഞ്ഞിട്ട്. കുറെ കസ്റ്റമർ നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് അത് ബുക്ക് ചെയ്തും അതേപോലെ കൊണ്ടുപോവുകയും ചെയ്തു. അപ്പൊ ഇതെന്താണ് ഓഫർ, നമ്മൾ കറക്റ്റ് കൊടുക്കുന്നുണ്ടോ കൊടുക്കില്ല എന്നറിഞ്ഞ കുറെ കസ്റ്റമർക്ക്, നമ്മൾ ഈ കസ്റ്റമറുടെ കമന്റ് നോക്കിയിട്ട് മാത്രം പോകുന്ന ആൾക്കാർക്ക് ഒരു സംഭവമാണ് നമ്മളിപ്പോൾ പറയുന്നത്. അതായത് ഇപ്പൊ നമ്മൾ ഈ ഹൈറ്റിൽ ഈ അലമാറ 6.25 2.25 വീതിയുള്ള ഈ അലമാറ നമ്മൾ ഓഫർ കാണിച്ചതിന് 3,999. അപ്പോൾ ഒരുപാട് പേരുകൾ നമ്മുടെ ഓഫറുകൾ ഷെയർ ചെയ്യുമ്പോൾ ഞാൻ കമന്റുകളിൽ കണ്ടു, കാര്യം എന്താണെന്ന് അറിയാതെ അതവിടെ പോയാൽ കിട്ടില്ല, അവിടെ പോയാൽ ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ ഒരുപാട് കമന്റുകൾ കണ്ടു. നമ്മൾ അതിന് പറഞ്ഞിരിക്കുന്നത് വന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 ആഴ്ചക്കുള്ളിൽ ചിലപ്പോൾ അവിടെ അപ്പം തന്നെ ഉണ്ടെന്ന് നമ്മളപ്പോൾ കൊടുക്കുകയും ചെയ്യലുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ കസ്റ്റമറിൽ നിന്ന് വാങ്ങിയപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു 5-6 കസ്റ്റമർ റിവ്യൂകൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലും പല ദിക്കിന്ന് വന്ന കസ്റ്റമറുടെ നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ള കേസുകൾ കുറേ ഉണ്ട്. അപ്പോൾ നമ്മളത് എന്താ ആ റിവ്യൂകൾ ഞാനിപ്പോൾ ഇതിൽ മുമ്പ് ഇട്ടിട്ടുള്ള തന്നെയാണ്, ഞാൻ ഈ വീഡിയോയിൽ ഒന്നിച്ചിടുന്നുണ്ട്. ഈ കമന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് എങ്ങനെ ചെയ്യാം, കാരണം ഒന്നില്ലെങ്കിൽ ഈ ബിസിനസ്സുമായി ബന്ധമുള്ളവരോ അല്ലെങ്കിൽ ഒന്നുമില്ല എന്തെങ്കിലും ഒരു സംഭവം കണ്ടാൽ അതിനൊരു കമന്റ് ചെയ്യണം, അതൊരു സുഖം. ഇപ്പോൾ പല കേസുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്നില്ലേ. ഇപ്പോൾ പ്രളയം ഉണ്ടായതിന് വിഷമിച്ചിരിക്കുന്നതിന് കളിയാക്കുന്ന കുറേ ആളുകളെ ഇപ്പോൾ ആളുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഈ എന്താ പറയുക, ഒരു സംഭവത്തിന് കാര്യം എന്താണെന്ന് അറിയാതെ അതിൽ വന്ന് കമൻ്റ് ഇടുന്നവരുണ്ട്. പിന്നെ അനുഭവം ഗുരു എന്ന് പറയും, വന്ന് നോക്കാതെ വെറുതെ എന്തെങ്കിലും. ഈ നമ്മുടെ ഷോപ്പ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷൊർണൂരാണ്. വന്നു കഴിഞ്ഞാൽ പറഞ്ഞ നമ്മൾ കറക്റ്റ് അതേപോലെ ചെയ്യാം. 2 ആഴ്ച എന്ന് പറഞ്ഞിട്ട് അത് ഫുള്ള് കേൾക്കാതെ ഓടി വന്നിട്ട് 3,999 അലമാര എടുക്ക് ഇപ്പോൾ വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞാൽ നമുക്കിപ്പോൾ കൊടുക്കണം എന്ന് നമുക്ക് അപ്പം ഉണ്ടെങ്കിൽ കിട്ടുള്ളൂ. അപ്പം നമ്മൾ പറയുന്നത് ബുക്ക് ചെയ്യുക, അങ്ങനെയുള്ള സംഭവത്തിനാണ് നമുക്ക് ഉണ്ടാവുക. അല്ലെങ്കിൽ വേറെ ഐറ്റങ്ങൾ ഉണ്ടാവും നമ്മൾ അതേപോലെ ബുക്ക് ചെയ്യണം. ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ കള്ളികൾ അതിനനുസരിച്ചൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും, ബോർഡിനനുസരിച്ചൊക്കെ. നമുക്ക് 3,990 പറഞ്ഞാൽ മാർക്കറ്റിൽ ഒരു 7,000-8,000 രൂപ വെർത്ത് ലാസ്റ്റ് വിലക്ക് കിട്ടുന്നതാണ് ഈ 3,999 കിട്ടുന്നത്. അല്ലാതെ ഒരു 15,000 രൂപയുടെ 50,000 രൂപയുടെ ക്വാളിറ്റിയോ തേക്കിന്റെ ക്വാളിറ്റിയോ ഉണ്ടാവില്ല. നമ്മളെ ഷോപ്പിൽ കണ്ട എല്ലാം 3,999 ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. നമ്മളെ കാണിച്ചിട്ടുള്ള വീഡിയോയിലുള്ള ക്വാളിറ്റി അതിൽ പറയുന്ന കണ്ടീഷൻ പോലെ നമുക്ക് കിട്ടും. സ്റ്റോക്ക് തീരുന്നവരെ എന്നൊന്നും പറഞ്ഞിട്ടല്ലല്ലോ നമ്മുടെ ഓഫർ. നമ്മളെ ഓഫർ പറഞ്ഞ ബുക്കിംഗ് ഓഫർ. ഇപ്പൊ മഴയും കാര്യങ്ങളൊക്കെ ആയി 2 ദിവസം വൈകുന്ന വരെ നമ്മൾ വിചാരിച്ച വുഡിന്റെ സാധനങ്ങളിൽ 2-3 ദിവസം വ്യത്യാസങ്ങൾ വന്ന് ബോർഡ് നമ്മൾ അത്ര പോലും വൈകിച്ചിട്ടില്ല. കറക്റ്റ് 2 ആഴ്ച ആകുമ്പോഴേക്കും നമ്മളെല്ലാവർക്കും പ്രൊഡക്റ്റ് വരുത്തിച്ചു കൊടുത്തു. അപ്പൊ അതിലൊരു 5 പേരുടെ ആയിട്ട് നമുക്ക് എടുക്കാം, എല്ലാവരെയും എടുക്കാൻ നമുക്ക് ഗ്യാപ്പ് കിട്ടിയിട്ടില്ല. 5 പേരുടെ ഞാൻ ഇതില് അവരെടുത്തിട്ടുള്ള റിവ്യൂ നമ്മൾ ഇടുന്നുണ്ട്. 5 അല്ല, നമുക്ക് എത്രയോ ആളുകൾ നമ്മുടെ നിർത്തപ്പെട്ടില്ല, എണ്ണം നമുക്ക് അത്രയുണ്ട്. അപ്പോൾ ഇതെന്താ സംഭവിച്ച ഓഫർ കിട്ടില്ല എന്നുള്ള ഞാനൊരു ഓഫറിന്റെ ഒരു എക്സാമ്പിൾ എടുത്ത് കാണിച്ചത്. ഓഫർ വാങ്ങാൻ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ച് ദിവസം മുമ്പ് പ്ലാനിങ് ആയിട്ട് വരണം. അപ്പോൾ നമ്മൾ കമന്റ് ഇടുന്ന ആളുകൾ നമ്മൾ അത് ഇട്ടോട്ടെ, നമ്മളിപ്പം അത് മെയിൻറ്റെയിൻ ചെയ്യാറേ ഇല്ല. ഇപ്പോൾ എൻ്റെ ഡൈനിങ് ടേബിളിൻ്റെ അടിയിലൊക്കെ വന്നിട്ട് കുറേ നമ്മൾ നിലമ്പൂർ തേക്കിൻ്റെ വുഡ് കൊണ്ടാണ് ചെയ്യുന്നത്. 2 ടൈപ്പ് വുഡ് ഉണ്ട്, നാടൻ തേക്കുണ്ട് ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഫുള്ള് കേൾക്കാതെ തന്നെ അത് ഇത് എന്നൊക്കെ പറയും. എന്താണ് സംഭവം എന്നൊരു കാര്യം കേട്ടിട്ട് പ്രതികരിക്കുക. കമന്റ് ഇടാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അത് എന്താന്ന് ആയിട്ട് ഒന്നുമില്ലെങ്കിൽ റിലേറ്റീവിനോ ഫ്രണ്ട്സിനോ ഫർണിച്ചർ കട ഉണ്ടാവും, ഇല്ലെങ്കിൽ ഫർണിച്ചർ കടക്കാരൻ തന്നെ പറഞ്ഞിട്ട് സെയിം ഫീൽഡിലുള്ളവർ വേറെ ഇരുന്നിട്ട് ഈ കമന്റ് ചെയ്യുന്ന നേരം സ്വന്തം ഷോപ്പിൽ ഇല്ലെങ്കിൽ സ്വന്തം പ്രൊഡക്റ്റിനെ അതിൽ ഓഫർ ഇട്ടിട്ടും ആ പ്രൊഡക്ടിവിറ്റിയും കൂട്ടിയിട്ട് നമ്മളൊന്നും ഇന്ന് വരെ ഒരു ഫർണിച്ചർ കടക്കാരൻ്റെ കമന്റിൽ പോയിട്ട് അയാൾ എത്ര വില കുറഞ്ഞു കൊടുത്താലും ഇനി നമ്മളെക്കാട്ടും ബെറ്റർ ഓഫറിൽ കൊടുത്താലും ഇതിനെക്കാട്ട് കൂട്ടി കൊടുത്താലും അതിലൊന്നും പോയിട്ട് കമന്റ് ചെയ്യാൻ നിൽക്കാറില്ല. കാരണം നമുക്കറിയാം ഒരാളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് അത് മാർക്കറ്റിലേക്ക് ഇറക്കുമ്പോൾ അവരെത്ര കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ അടിയിൽ വന്നിട്ട് കമന്റ് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഒരു അർത്ഥം? അത് നമുക്ക് ഒരു കാര്യമില്ല. ഇപ്പം എൻ്റെ കഥയുള്ള കാര്യം വെച്ചാൽ ഓക്കെ, നമുക്ക് അതാണ് 5 കസ്റ്റമറെ ഞാനിപ്പോൾ തൽക്കാലം ഇതിൽ കിട്ടിയിട്ടുള്ള റിവ്യൂ ഇട്ടിട്ടുണ്ട്. പിന്നെ ഏതൊരു കസ്റ്റമർ ഒരു വട്ടം വന്നിട്ട് നമുക്ക് ഇവിടെ പ്രൊഡക്റ്റ് ഇല്ല, പിന്നെ എല്ലാ വീഡിയോയുടെ അടിയിലും 1-2 കസ്റ്റമർ എനിക്കത് കിട്ടിയില്ല, അവിടെ പോകണ്ട, അവിടെ പോയി, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കുന്ന തെറ്റിദ്ധാരണയാണ്. നമ്മളിപ്പോൾ ആ പാർട്ടിക്ക് അത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫുള്ള്
ടു 2 ആഴ്ച വെയിറ്റ് ചെയ്യാനുള്ള അവകാശം ഉണ്ടാവില്ല. നമ്മളൊരു ഓഫർ ഇടുമ്പോൾ ആ ഓഫറിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നുണ്ട്. വീഡിയോ കുറച്ചേ കേൾക്കുള്ളൂ. അതേപോലെ ഡെലിവറി, എൻ്റെ അടുത്ത് ഒരു കസ്റ്റമർ സാധനമൊക്കെ ബില്ലാക്കി, അപ്പോൾ നിങ്ങൾ ഡെലിവറി ഫ്രീ അല്ലേ തരേണ്ടത് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഡെലിവറി ഇവിടെ ഫ്രീ ഇല്ല, ഹോൾസെയിൽ ഷോപ്പാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കേസ് പിന്നെ നമ്മൾ ഒരു പറഞ്ഞ് മനസ്സിലാക്കി പിന്നെ വേറെ കടയ്ക്ക് പോയി അവിടുത്തെ പ്രൈസ് വ്യത്യാസം കണ്ട് തിരിച്ചു വന്ന് എടുക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ എന്താ തരുന്ന വെച്ചാൽ ഇവിടെ വന്നിട്ട് കൺഫ്യൂഷൻ ആവേണ്ട വെച്ചിട്ടാണ് നമ്മളിവിടെ വന്ന ഓഫർ കിട്ടും. അത് പറഞ്ഞ 2-3 ആഴ്ച പറഞ്ഞ സമയം പറഞ്ഞിട്ടുള്ള ടൈമിൽ ഉറപ്പായും കിട്ടും. മറ്റേ ഒരു പക്ഷേ ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് അപ്പം തന്നെ തരും ചെയ്യും. വെറുതെ വിളിച്ചു വെച്ചിട്ട് ഇവിടെ പ്രൊഡക്റ്റ് ഉണ്ടോ നമ്മളൊരു 10 കസ്റ്റമർ ഉണ്ടോ എന്ന് വിളിച്ച് നോക്കുമ്പോൾ 3 ആൾ ആദ്യം വന്ന ആ പ്രൊഡക്റ്റ് കഴിഞ്ഞു. എത്ര എണ്ണ ഉള്ളത് വെച്ചാൽ 3 എണ്ണം ഉള്ളത് വെച്ചാൽ 10 ആൾ വിളിച്ചു ചോദിച്ചാൽ ഇതൊക്കെ ഉണ്ട് പറയുമ്പോൾ അപ്പത്തെ ഈ സീസൺ ടൈമിൽ അങ്ങനെ ചോദിക്കാതിരിക്കുക. പരമാവധി കടയിലേക്ക് വരിക. യൂട്യൂബിൽ കാണാൻ ഒരു ഐഡിയ കിട്ടും. പരമാവധി കടയിലേക്ക് വരിക. കാരണം ഷോപ്പിലേക്ക് വിളിച്ചു ചോദിച്ചാൽ 1-2 ഫോട്ടോ ഒന്നും എടുത്ത് അയച്ചാൽ ഒന്നും മനസ്സിലാവില്ല. വീഡിയോയിൽ 1000-ന് മുകളിൽ വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് കണ്ടാൽ തന്നെ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ നമ്മുടെ ഷോപ്പിലേക്ക് വരാം. അപ്പോൾ ഞാൻ ഇതിൽ റിവ്യൂകൾ ഒരു 5 റിവ്യൂ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ റിവ്യൂ കാണാം. ഇതാണ് അലമാറ. ഇങ്ങനെ ഓരോ ഓഫറിലും നമ്മൾക്ക് ഇങ്ങനെ സംശയങ്ങൾ ഉണ്ടാവും, കിട്ടുമോ കിട്ടില്ല എന്ന്. നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിൽ ഓഫർ കിട്ടുമെന്ന് പറഞ്ഞാൽ കിട്ടും. അതിന് ടൈം പറഞ്ഞിട്ടുണ്ടാവും. അല്ലാതെ സ്റ്റോക്ക് തീർന്നു എന്ന് പറഞ്ഞില്ല. എല്ലാ പ്രൊഡക്റ്റിനും ഓഫർ ഉണ്ട്. എല്ലാം ഒരേ പ്രൈസ് ഇല്ല. ക്വാളിറ്റിയും അതിൻ്റെ ഇതൊക്കെ അനുസരിച്ച് എല്ലാത്തിനും ഓഫർ ഉണ്ടാവും. ഇപ്പം എല്ലാം നമുക്ക് ഇതിൽ കാണിക്കാൻ പറ്റിയെന്ന് വരില്ല. അല്ലാത്ത മോഡൽസും നമ്മുടെ ഷോപ്പിലുണ്ട്. ഓൾ പ്രൊഡക്ട്സിന് നമ്മൾ ഓഫറും ഡിസ്കൗണ്ടാണ് നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിൽ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഷോപ്പിലേക്ക് വരിക. അപ്പോൾ ഈ റിവ്യൂസ് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം. നിലമ്പൂര് ഫർണിച്ചർ കടയിൽ പരസ്യം കണ്ടിട്ട് വന്നതാണ്. അലമാറ വാങ്ങാൻ 1999 രൂപയുടെ പരസ്യം കണ്ടു. വന്നു, സാധനം ഇഷ്ടമായി, കൊണ്ടുപോവാണ്. 999 രൂപയ്ക്ക് യൂട്യൂബ് കണ്ടിട്ട് വന്നതാണ്. കിട്ടി സാധനം. മാമ്പറ്റപ്പടിയാണ് എൻ്റെ വീട്. ഞാനത് കയ്യോടെ കൊണ്ടുപോവാണ്. ഞാൻ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് വന്നതാണ്. ഒറ്റപ്പാലത്താണ് എൻ്റെ വീട്. ഞാൻ 5-ാം തീയതി വന്നിട്ട് ബുക്ക് ചെയ്തതാണ്. അപ്പം എന്നോട് പരമാവധി പറഞ്ഞത് 14 ദിവസമാണ്. പക്ഷേ എനിക്കത് 10 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ സാധനം കിട്ടി. ഞാൻ ഇപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഷോപ്പിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഷൊർണൂരുള്ള നിലമ്പൂർ ഫർണിച്ചർ എന്ന് പറഞ്ഞ കടയിലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 3,999 ഇപ്പോൾ ഞാൻ വണ്ടിയായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടും എനിക്ക് കാണിച്ചു തന്നത് സെയിം സാധനമാണ്. പുള്ളി ഞാൻ ചെക്ക് ചെയ്ത് നോക്കി. ഇപ്പോൾ ഞാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വണ്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ സാധനം കൊണ്ടുപോവാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷൊർണൂരാണ്. ഞാൻ ചെപ്പശ്ശേരിയിൽ നിന്ന് വരികയാണ്. ഇവിടെ നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിൽ വന്ന് ഓഫർ കണ്ട് വന്നതാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട തന്നെ കിട്ടി. ഇവിടെ സാധനം നല്ലൊരു ഓഫറിൽ തന്നെ കിട്ടിയിരിക്കുന്നത്. നല്ല സാധനം തന്നെയാണ്. നേരെ നോക്കിയിട്ട് തന്നെ എടുത്തത്. കിടിലൻ മണി യൂട്യൂബ് കണ്ട് ഞങ്ങൾ വന്നതാണ്. ഞങ്ങളെ ഓഫർ നല്ല ഓഫറാണ്. സാധനം കിട്ടി, കയ്യിൽ കിട്ടി. നല്ല സാധനമാണ്. ഞങ്ങൾ സാധനം കൈയോടെ കൊണ്ടുപോവാണ്. നിലമ്പൂർ ഫർണിച്ചർ, ഷൊർണൂരുള്ള നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിന്റെ പരസ്യം കണ്ടിട്ട് വന്നതാണ്. ഷൊർണൂർ തന്നെയാണ്. നഗരസഭയിലത്തെ കൗൺസിലറാണ് ഹസീന അഷ്റഫ്. അപ്പോൾ ഞാനിപ്പോൾ യൂട്യൂബിൽ കണ്ടിട്ടും കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അലമാര ബുക്ക് ചെയ്യുക, അലമാര എടുക്കാനായിട്ട് വന്നിട്ടാണ്, കൊണ്ടുപോകാൻ വന്നതാണ്. എൻ്റെ വാർഡും കൂടിയാണ്. അപ്പോൾ കൗൺസിലറാണ്. വാർഡ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാമല്ലോ അല്ലേ. അപ്പോൾ 3,999 ഒരു അലമാരയുടെ പരസ്യം കണ്ടിട്ടാണ് ഏറെ വന്നത്. നല്ല ഫർണിച്ചറാണ്. ഞാനത് ആദ്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ ഓഫറുകൾ ഇപ്പോഴാണ് കണ്ടിട്ടുള്ളത്. നല്ല ഫർണിച്ചേഴ്സാണെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടും കൂടിയാണ് വന്നത്. 3,999 ബുക്ക് ചെയ്തത് എടുക്കാൻ വന്നിട്ടുള്ളതാണ്.
ഹായ്, നമസ്കാരം സാർ. നമസ്കാരം. സാറിന്റെ പേര്? എന്റെ പേര് ജോൺ എന്നാണ് ഒഫീഷ്യൽ നെയിം. വീട്ടിൽ വിളിക്കുന്ന പേര് ഷിജോ എന്നാണ്. എവിടെ നിന്നാണ് സാർ? ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നത്. കോട്ടയത്ത് കടുവാക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് ഇങ്ങനെ എത്തിപ്പെടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ യൂട്യൂബിന്റെ അകത്ത് ഇങ്ങനെ നിങ്ങളെ നിലമ്പൂർ ഫർണിച്ചറിന്റെ ഹാഡ് കണ്ടു, പരസ്യങ്ങൾ കണ്ട്, പിന്നെ കണ്ടു കഴിഞ്ഞപ്പോ ഒരു രസം തോന്നി. ഇഷ്ടം പോലെ ഓഫറുകളും കാര്യങ്ങളും എല്ലാം കണ്ട്. ഓഫറുകളെല്ലാം ജെന്യൂൻ ആണ്, നല്ല പ്രോഡക്റ്റ് ആണ്. അങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത്. രാവിലെ തന്നെ കോട്ടയത്ത് നിന്ന് ഇവിടെ എത്തിയതാണ്. പർച്ചേസ് ചെയ്യാൻ വേണ്ടിട്ട് തന്നെ വന്നതാണ്. എന്തായാലും സന്തോഷം. നമ്മളെ കോട്ടയത്ത് നിന്ന് ഇത്രയും ദൂരം ഇപ്പൊ ട്രെയിൻ പിടിച്ച് ഇപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ട് വിശ്വസിച്ച് വന്നു. ഇപ്പൊ നമ്മളിപ്പോ 2 ആഴ്ച കൊണ്ട് കൊടുക്കുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്താ വെച്ചാൽ ചില ഐറ്റംസ് നമുക്ക് ഉണ്ടാവും പറഞ്ഞില്ല. അപ്പൊ നമുക്ക് ഇത്ര ദൂരെന്ന് വന്ന കാര്യം കൊണ്ട് നമുക്ക് ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് തന്നെ നമ്മള് ഇപ്പോ ഈ കുറെ ഐറ്റംസ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഇതിലിപ്പോ ഒരു ഓഫറിനെ കുറിച്ച് പറയാം. ഇപ്പൊ അവർ എടുത്തിട്ടുള്ളതാണ്, നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുള്ള. പല ആൾക്കാർക്ക് സംശയം ഇത് കൊടുക്കുമോ എന്താണ്. സാറിന് അതിനെ കുറിച്ചിട്ടൊന്ന് ഇതെങ്ങനെ എത്ര രൂപയാണ് എന്താന്ന് പറഞ്ഞോളൂ. ഇത് ഓഫറിൽ നമുക്ക് സാറിന് തന്നിരിക്കുന്നത് ഈ ബെഡ് 6175 വിലയുള്ള സുൾഫെക്സിന്റെ ബെഡ് സാർ എടുത്തു. അതിൽ നമ്മൾ ഡിസ്കൗണ്ട് 4500 കൊടുത്തു. നമ്മുടെ ഓഫറിൽ ഉണ്ടായിരുന്നു 1990 ആഡ് ചെയ്ത ഒരു 9900 അലമാറ ഉണ്ട്. അപ്പൊ ഇതാണ് സാറിന് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ രണ്ടും കൂടിയിട്ട് സാറിന് 6500 പ്രൈസ് വന്നിരിക്കുന്നത്. അപ്പൊ അത് കിട്ടിയില്ലേ, ജെനുവിൻ അല്ലേന്നാ ഇത് പറഞ്ഞത്? ജെനുവിൻ ആയിട്ടുള്ള കാര്യമാണ്. ഇത് തന്നെ ഓഫർ എനിക്കും തന്നിട്ടുണ്ട്. ഇത് കൂടാതെ സാർ ഇത് കൂടാതെ തന്നെ എടുത്തിരിക്കുന്ന അലമാരിയാണ് അത്. പിന്നെ വേറെ ഐറ്റംസ് എടുത്തിട്ടുണ്ട്. സെറ്റ് ഐറ്റംസ് എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളെ ഓഫേഴ്സ് എന്താ വെച്ചാൽ ജെനുവിൻ ആണ്. കുറെ ആളുകളുടെ സംശയമുണ്ട്, കുറെ ഓഫർ കണ്ടുപോയ ബാക്കി ബാലൻസ് EMI ആണോ, അങ്ങനെയൊക്കെ കുറെ സംശയങ്ങൾ ആളുകൾ കമന്റ് ബോക്സിൽ ചെയ്യാറുണ്ട്, ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്നും അല്ല. ഈ സുൾഫെക്സ് കമ്പനിയുടെ 6175 രൂപ വരുന്ന ബെഡ് നമ്മൾ ഓഫറിൽ പറഞ്ഞ പോലെ തന്നെ 4500 രൂപയ്ക്ക് സാറിന് കൊടുത്തു. 1990 ഹൈറ്റുള്ള അലമാര, പെർട്ടിക്കൽ ബോർഡിന്റെ ഈ അലമാരയും കൊടുത്തു. ഇനി ഒരു സംശയം പറഞ്ഞ ഡെലിവറി കുറെ ആളുകൾ ചോദിക്കുന്നതാണ്. ഡെലിവറി എങ്ങനെയാണ്? ആളുകൾ ഇപ്പൊ തെറ്റിദ്ധരിക്കും. കാരണം നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നില്ല. ഡെലിവറി ചാർജ് വരും എന്ന് പറയുന്നുണ്ട്, പക്ഷെ അത് കുറെ പേര് ഫുള്ളായി കാണുന്നില്ല. അപ്പൊ ഡെലിവറി എങ്ങനെ ഞങ്ങൾ തന്നിരിക്കുന്നു കൂടി. ഡെലിവറി തന്നിരിക്കുന്ന പറഞ്ഞാൽ എനിക്കിന്ന് അനേക സാധനങ്ങൾ ഞാൻ ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. എനിക്കിന്ന് ഈവനിങ്ങിന് കോട്ടയത്തോട്ട് ഡെലിവറി ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഡെലിവറി എല്ലാം 100% ഷുവർ ആണ്, സെക്യൂർ ആണ്. അത് നമ്മൾ ചാർജ് ഈടാക്കേണ്ട ചെറിയൊരു ചാർജ്, കിലോമീറ്റർ 40 രൂപ. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ഡെലിവറി നമ്മൾ ഫാക്ടറി വിലക്ക് അവൈലബിൾ അല്ല. നമുക്ക് ഫ്രീ ഡെലിവറി കൊടുക്കണമെങ്കിൽ ഇതിൽ ഈ പറഞ്ഞ പോലെ പ്രൈസ് വില കൂട്ടി പറയണം. അപ്പൊ നമ്മൾ മാക്സിമം എല്ലാവർക്കും ഒരേ പ്രൈസ് എന്ന രീതിയിലാണ്. അപ്പൊ ഡെലിവറി ചാർജ് കിലോമീറ്റർ 40. അത് നമ്മൾ എടുത്ത് പറയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറെ ആളുകൾ ദൂരെ നിന്ന് വന്നിട്ട് തെറ്റിദ്ധരിക്കേണ്ട വെച്ചിട്ടാ. ഡെലിവറിയുടെ കാര്യം നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് അയ്യോ ഡെലിവറി ഇല്ല, ഞങ്ങൾ ഇത്രയും ദൂരം വന്നു എന്ന് പറയേണ്ട വെച്ചിട്ടാണ് ഡെലിവറി. ഇപ്പൊ കോട്ടയം ഇതേപോലെ പല ദൂരെ നിന്നും ആളുകൾ വരുന്നുണ്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട്. അപ്പൊ നമ്മൾ ജെനുവിൻ ആണെങ്കിൽ ഒരു പക്ഷേ ഇതേ വീഡിയോ കണ്ട ആളുകൾ വന്നു കഴിഞ്ഞാൽ ഇതില്ല എന്നുണ്ടെങ്കിൽ 2 ആഴ്ച സമയം നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ ഒരു ടോക്കൺ 500 രൂപ എന്തെങ്കിലും അഡ്വാൻസ് ചെയ്യുക, ഇതേ പ്രൊഡക്റ്റ് നമ്മൾ കിട്ടും. പിന്നെ ഏത് ബെഡ്, ഈ ബെഡ് എന്നല്ല, നമുക്ക് ഇനിയിപ്പോ കനം കൂടിയ ബെഡ് ഏത് അളവിലെ ബെഡ് എടുത്താലും ഓൺലൈൻ പ്രൈസിനായിട്ട് 3000-4000 കുറച്ച് അതിന്റെ കൂടെയാണ് 1990 കോംബോ ആയിട്ട് ഈ അലമാര കൊടുക്കുന്നത്. ശരിക്കും 24-ാം തീയതി വരെ ഈ ഓഫർ കൊടുത്തിരുന്നു. കസ്റ്റമറുടെ അഭ്യർത്ഥന വാങ്ങിച്ച് ഇത് നമ്മൾ 2 ആഴ്ചയും കൂടി നീട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് ജൂലൈ 15 വരെ നമ്മൾ ഈ ഓഫർ നീട്ടിയിട്ടുണ്ട്. കാരണം ഇത് എല്ലാവർക്കും വരാൻ പറ്റായും കുറെ കസ്റ്റമർ നമ്മളെ കോൾ ചെയ്യുന്ന കാര്യം കൊണ്ട് ഈ ഓഫർ നമ്മൾ നീട്ടിയിട്ടുണ്ട്. ഇനി 1-2 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലും നമ്മൾ ഇവിടെ വന്ന് ബുക്ക് ചെയ്താൽ കിട്ടും. ഇത് കറക്റ്റ് ഇന്ന ദിവസം തന്നെ തീരെ അങ്ങനെ സംഭവമൊന്നുമില്ല. പക്ഷെ എല്ലാവർക്കും വന്ന ഉടനെ തന്നെ ചിലപ്പോ സ്റ്റോക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ പ്രത്യേകം പറയാണ്. ചിലവര് പ്രശ്നം ഉണ്ടാക്കും. ചിലപ്പോ ഇത് പോയി, ഇപ്പൊ ഇനിയിപ്പോ വേറൊരു 1-2 പീസുകള് അതും പോയി കഴിഞ്ഞാൽ നമുക്ക് ടൈം എടുക്കും. അപ്പൊ അത് ഞാൻ പറയാണ്. സാറിന് കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നിവിടെ ഐറ്റം ഉണ്ട്, കുറച്ച് ഐറ്റംസ് എടുത്തപ്പോ ഞാൻ അതിന്റെ കൂടെ ഇത് മാത്രമായിട്ട് നമ്മൾ കോട്ടയത്തേക്ക് വിടാൻ പറഞ്ഞ റിസ്ക് ആണ്. ഇതേപോലെ എല്ലാ ഐറ്റംസും ഓഫറിൽ തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ സർവീസിനെ കുറിച്ചിട്ട്, സർവീസിന് പക്ക സർവീസിങ് ആണ്. നീറ്റ് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നതെല്ലാം പക്ക നീറ്റാണ്. പിന്നെ എടുക്കുന്ന പ്രോഡക്റ്റ് ആണെങ്കിലും 100% ജെനുവിൻ ആണ്. ഒന്നും പറയാനില്ല. എവറിത്തിങ് ഓക്കെ, സാറ്റിസ്ഫൈഡ്. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു.